ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പപ്പായ കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പപ്പായ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഫ്രിഡ്ജിൽ. നമ്മൾ മെഴുക്ക് പുരട്ടാൻ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനേക്കായി ഒരു സവോളയും 3 പച്ചമുളകും കൂടി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പപ്പായ മെഴുക്ക് പുരട്ടി തയ്യാറാക്കി കഴിച്ചിട്ടുള്ളവർ ഒന്ന് പറയണേ. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളുപ്പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ടില്ലേ, അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടില്ല ഇപ്പോൾ മുളക് പൊടികൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ